ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പാലുകാച്ചൽ വീഡിയോ ആണേ. ആദ്യം തന്നെ പറയട്ടെ, ഇത് എൻ്റെ വീടല്ല, എൻ്റെ ചേച്ചിയുടെ വീടാണ്. ഈ വീഡിയോ ഞാൻ 2 ദിവസമായിട്ടാണ് ഷൂട്ട് ചെയ്തത്. പാലുകാച്ചലിൻ്റെ തലേന്നും പിന്നെ പാലുകാച്ചലിൻ്റെ അന്നത്തെയുമായിട്ടാണ്. അപ്പം ഞങ്ങൾ തലേന്നേ ഇവിടുന്ന് ഞാനും ഹസ്ബൻഡും മോളും ഒക്കെ വീടെല്ലാം ഒന്ന് ക്ലീൻ ആക്കണമല്ലോ. അപ്പോൾ അതിന് ഞങ്ങൾ 3 പേരും കൂടി ഇവിടുന്ന് പോയി. ഞങ്ങൾ അവിടെ ചെന്നപ്പം അവിടെ എല്ലാം പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. പണിയൊക്കെ നടക്കുന്നതേ ഉള്ളായിരുന്നു. എന്നാലും ഞങ്ങളുടെ ക്ലീനിങ് പരിപാടിയിലേക്ക് കയറി. അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തു. ക്ലീൻ ചെയ്യാൻ ഒരുപാടൊന്നും ഇല്ലായിരുന്നു. അവർ വർക്ക് കഴിയുമ്പം അവർ ക്ലീൻ ചെയ്യുമല്ലോ. പക്ഷേ എങ്കിലും നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെയും വർക്കുകളൊക്കെ ഉള്ളത് കൊണ്ട് പൊടി വീണ് അവിടെ ഇവിടെ എല്ലാം കിടക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് തൂത്ത് തുടച്ച്, തുടയ്ക്കുന്നത് ഞാൻ മാത്രമല്ല കേട്ടോ, ഓരോരുത്തരും ഓരോ മുറിയാണ് തുടയ്ക്കുന്നത്. ഞാൻ തുടയ്ക്കുന്ന വീഡിയോ മാത്രമേ ഷൂട്ട് ചെയ്തുള്ളൂ. അപ്പുറത്ത് ചേച്ചിയുടേതായ പണിയിലാണ്. തൂപ്പും തുടപ്പും ഒക്കെ ആയിരുന്നു. അതിനിടയ്ക്ക് എൻ്റെ കണ്ണിൽ പൊടി പോയി. അതാണ് ഞാൻ കണ്ണും തിരുമ്മിക്കൊണ്ട് ഇങ്ങനെ നിന്നത്. പിന്നെ നമ്മുടെ സ്റ്റെയറൊക്കെ ക്ലീൻ ചെയ്തു. സ്റ്റെയറൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫർണിച്ചർ കൊണ്ടുവന്നു. മഴ ആയതുകൊണ്ട് പുറത്തിടാൻ പറ്റത്തില്ലായിരുന്നു. ആദ്യം പുറത്തിടാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ അപ്പം മഴ പെയ്ത് ഫർണിച്ചറൊക്കെ നനയുമല്ലോ. അതുകൊണ്ട് അവരപ്പം തന്നെ ഫർണിച്ചറെല്ലാം അകത്ത് സെറ്റ് ചെയ്ത് തന്നു. ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ച് തീർന്നപ്പോഴാണ് അയ്യോ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്തില്ലല്ലോ എന്ന് ഓർത്തത്. എല്ലൊക്കെയാണ് കിട്ടിയത്. പിന്നെ ചേച്ചി വാങ്ങിച്ച ഫ്ലവറൊക്കെ നമ്മൾ ഓരോരുത്തടുത്ത് സെറ്റ് ചെയ്ത് നോക്കുകയാണ്. ഇപ്പം വെറുതെ അങ്ങനെ വെച്ചതാണ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ചേച്ചി സെറ്റ് ചെയ്ത് വെച്ചോളും. നമുക്ക് പിറ്റേന്ന് പാല് കാച്ചലിന് കയറുമ്പോൾ നമ്മൾ മുറത്തിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ കൊണ്ട് കയറണമെന്നാണ്. അപ്പോൾ ലിസ്റ്റ് നോക്കിയിട്ട് നമ്മൾ അതെല്ലാം സെറ്റാക്കി. പിന്നെ ഗണപതി ഹോമത്തിനുള്ള കാര്യങ്ങളെല്ലാം തയ്യാറാക്കി. അപ്പോഴത്തേന് പുറത്ത് ചേട്ടന്മാർ മാലകെട്ടും പരിപാടികളും ഒക്കെ ആയിരുന്നു. പിന്നെ രാത്രി തന്നെ എല്ലാം സെറ്റാക്കി ലൈറ്റൊക്കെ ഇട്ട് ഞങ്ങൾ രാത്രി തന്നെ ഇങ്ങ് തിരിച്ചു പോന്നു. രാത്രിയിൽ അവിടെ എല്ലാവർക്കും കൂടെ കിടക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞങ്ങളിങ്ങ് പോന്നു. പിറ്റേന്ന് രാവിലെ ഇവിടുന്ന് ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ പോയത്. പോയ വഴിക്ക് ഞങ്ങൾ രാവിലെ പോയതുകൊണ്ട് തട്ടുകടയിലൊക്കെ കയറി ചായയൊക്കെ കുടിച്ച് ഒരു അരിയുണ്ടയൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങ് പോയത്. 9 മണിയൊക്കെ ആകുമ്പോഴാണ് പാലുകാച്ചിൻ്റെ സമയം. നമുക്ക് ഗണപതി ഹോമമൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. ഗണപതി ഹോമമൊക്കെ രാവിലെ ആയിരുന്നു. നമ്മളിവിടുന്ന് ചെന്നപ്പോഴത്തേനും അതിൻ്റെയൊക്കെ ആ സമയമൊക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെ ഗണപതി ഹോമം മാത്രമല്ല, അവിടെ ഗണപതി ഹോമവും പറയും ഉണ്ടായിരുന്നു. അതെല്ലാം വെളുപ്പിനെയായിരുന്നു. അങ്ങനെ നമ്മൾ ചാവിയൊക്കെ വാങ്ങിച്ച് അകത്ത് കയറി പാലൊക്കെ കാച്ചി. അങ്ങനെ അവിടെ നിന്നവർക്ക് തന്നെ ആ പാല് അവിടെ നിന്നവർക്ക് എല്ലാവർക്കും കൊടുത്തു. പാലും ഗണപതി ഹോമത്തിൻ്റെ പ്രസാദവും ഒക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് രാത്രിയിൽ നമ്മുടെ ഫാമിലിയിലുള്ളവർ മാത്രം കുറച്ച് ആളുകൾ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസം ഇന്ന് കഴിഞ്ഞു. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.